വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്യുലർ. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ് പോലീസുകാർ അഡ്മിന്മാരായ വാട്സാപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി സർക്യുലർ ഇറക്കിയത്. അരുൺരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺരാജ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ്? സ്വകാര്യ വിവരങ്ങൾ നൽകണമെന്നൊക്കെ എന്താണ് ചേതോവികാരം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ DGP നേരത്തെ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് നൽകിയിരുന്നു. സംസ്ഥാന ജില്ലാ പോലീസ് മേധാവി ാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് പോലീസുകാർ അഡ്മിന്മാരായ വാട്സപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അത് ഉടൻ തന്നെ നൽകണം. ഇത്തരം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഡിക്ലറേഷൻ നൽകണം എന്നുള്ളതാണ്. എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത്? ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. സർക്കുലറിനെതിരെ ഒരു വിഭാഗം സേനയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതെല്ലാം. ധാരാളം ഫാമിലി ഗ്രൂപ്പുകൾ അടക്കമുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിവരങ്ങൾ നൽകുന്നത് അത് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാത്തതാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ ഉത്തരവിൽ പറയുന്നത് ഈ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ, അത് സംസ്ഥാന തലത്തിലുള്ള നിർദ്ദേശമായിട്ടാണ് പറയുന്നത്. പക്ഷേ കൊല്ലം ജില്ലാ പരിധിയിൽ, കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൂടി അതാത് SHOമാർ ശേഖരിക്കണം. അവരുമായി ബന്ധപ്പെട്ട യോഗം ഉടൻ തന്നെ വിളിച്ചു ചേർത്ത് ആ വിവരങ്ങളുടെ അടിസ്ഥാനം ഉണ്ടാകണം. അതിലൊരു പട്ടിക തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ SHOമാർ അതാത് സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് പോകരുത്. കൂടുതൽ ദൂരങ്ങൾ പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അത് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ നിർദ്ദേശമനുസരിച്ച് DIVSPമാരിൽ നിന്ന് അനുവാദം വാങ്ങണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായ കേസുകളിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കി ചോദ്യം ചെയ്യൽ നടപടിക്ക് വിധേയമാകുന്ന ശേഷം കൃത്യമായ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് കൂടി മേലുദ്യോഗസ്ഥർക്ക് നൽകണം. ഇത് പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ പോലീസുകാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വലിയ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ അമർഷത്തിന് ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ് ഇത്തരം ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ശരി, ഒരു വിവാദമായി മാറിയിരിക്കുന്ന സർക്കുലർ, അതിന്റെ വിവരങ്ങളാണ് അരുൺരാജ് നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സർക്കുലർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.